സൂര്യനായകനായി തിയേറ്ററുകളിലെത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് റെട്രോ. കാർത്തിക് സുബരാജ് സംവിധാനം നിർവഹിച്ച ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി രൂപയിലധികം ഇതിനോടകം നേടിക്കഴിഞ്ഞു. വിദേശത്തു നിന്ന് മാത്രമായി 24 കോടി ചിത്രം നേടിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ എത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. മെയ് 1-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. സൂര്യയുടെ 44-ാം ചിത്രമായി എത്തിയ റെട്രോ 1980-കളിൽ നടക്കുന്ന കഥയാണ് പറയുന്നത്. പൂജ ഹെഗ്ഡെയാണ് ചിത്രത്തിലെ നായികയായി എത്തിയത്. ജോജു ജോർജ്, ജയറാം, നാസർ, പ്രകാശ് രാജ്, സുജിത് ശങ്കർ, കരുണാകരൻ, പ്രേംകുമാർ, രാമചന്ദ്രൻ ദുരൈരാജ്, സന്ദീപ് രാജ്, മുരുകവേൽ, രമ്യ സുരേഷ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ OTT-ലേക്ക് എത്തുകയാണ്. എന്നാൽ എപ്പോഴാവും ചിത്രം റിലീസ് ചെയ്യുക എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ശ്രേയസ് കൃഷ്ണ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് നാരായണനാണ്. സൂര്യയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ശിവ സംവിധാനം ചെയ്ത ചിത്രം കങ്കുവ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. അതിനാൽ തന്നെ കങ്കുവയുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂര്യയുടെ തിരിച്ചുവരവാണ് റെട്രോ എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ലവ് ലാഫ്റ്റർ വാർ എന്ന സബ്ടൈറ്റിൽ എത്തിയ ചിത്രം അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പോലെ ഇവ മൂന്നും ഉറപ്പു നൽകുന്നുവെന്ന് ആരാധകർ പറയുന്നു. സൂര്യയുടേത് മികച്ച പ്രകടനമാണെങ്കിലും തിരക്കഥ നിരാശപ്പെടുത്തിയെന്നാണ് പലരുടെയും അഭിപ്രായം. ആദ്യ പകുതി മികച്ചതാണെങ്കിലും രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ പറയുന്നു. ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 48 മിനിറ്റാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.